ചെറിയമേ, ഇവിടുന്ന് പോയെങ്കിലും അവര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. തൽക്കാലം വേറൊന്നും പറയാൻ നിൽക്കണ്ട. ഗൗതം, നീ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും പോവാൻ നോക്ക്. എന്താടാ നിന്റെ പേര്? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? നിന്റെ പേരെന്താടാ? നിന്റെ ഒന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. നീയൊക്കെ എന്താടാ കരുതിയിരിക്കുന്നത്? നിങ്ങൾ വലിയ സംഭവമാണെന്നോ? നിന്നെപ്പോലുള്ളവരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. തലകുനിച്ച് ജയിലിലേക്ക് വരുന്ന തടവുകാരോട് പെരുമാറുന്ന പോലെ കണിമംഗലം ചന്ദ്രശേഖരനോട് പെരുമാറാൻ നിൽക്കണ്ട. സാറ് നല്ല ഫോമിലാണല്ലോ. എന്തായാലും വന്ന് കേറിയതല്ലേ, ഇപ്പൊ ഒന്ന് വിശ്രമിക്കട്ടെ. എന്നിട്ട് നമുക്ക് സാറിന്റെ ഒപ്പം ഇരിക്കാം, അല്ലേണ? സാറിന്റെ ഒപ്പം ഇരുന്നാ മാത്രം പോരാ, സാറിനെ ഇന്ന് നമുക്ക് കിടത്തി ഉറക്കണം. നല്ലൊരു താരാട്ട് പാട്ടൊക്കെ പാടി സുഖമായിട്ട് ഉറക്കണം. ആദ്യത്തെ ദിവസമല്ലേ? നീയൊക്കെ പറയുന്നത് ഭീഷണിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുറത്തുനിന്ന് നിങ്ങളുടെ ആളുകൾ നിങ്ങളെ കാണാൻ വരുമ്പോ അവരോട് അന്വേഷിച്ചറിയാൻ പറയണം കണിമംഗലം ചന്ദ്രശേഖരന്റെ പവർ എന്താണെന്ന്. പിന്നെ വാ തുറക്കില്ല നീയൊന്നും, കേട്ടോടാ. വരുണിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. പാവം കുറെ തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞു. അച്ഛന്റെ സ്ഥാനം തന്നെ ചന്ദ്രശേഖരന്. എന്നിട്ടും നമ്മുടെ മോളോട് ഇങ്ങനൊരു ക്രൂരത കാണിച്ചില്ല യേശോദേ. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ഇത് അവൾക്ക് എഴുതി വെച്ച വിധിയാണെന്നല്ലേ പറയാൻ പറ്റൂ. അവളായിട്ട് ആളുകളെ കൊണ്ട് കണിമംഗലത്തുനിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ പ്ലാൻ ഉണ്ടാക്കുക, അവളെയും ചതിച്ച് ആ അവസരം മറ്റൊരാൾ ഉപയോഗിക്കുക. ആർക്കും തടുക്കാനായില്ലല്ലോ. നഷ്ടം നമുക്ക് മാത്രമല്ലേ? വേണ്ട യേശോദേ, നീ വിഷമിക്കണ്ട. കുറ്റക്കാരെ കണ്ടെത്തിയിട്ടാണെങ്കിലും ദൈവം നമ്മളോട് നീതി കാണിച്ചില്ലേ? ചന്ദ്രശേഖരൻ ജയിലിനകത്തായതല്ല കാര്യം. ആ കുറ്റം വരുണ്ടേ രാധയുടെ തലേന്ന് ഒഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും മനസമാധാനമായിട്ട് കളങ്കമൊന്നുമില്ലാതെ അവർക്കൊന്ന് ഉറങ്ങാലോ. കളങ്കമില്ലെന്ന് ആരാ പറഞ്ഞേ? അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അവളുടെ ഫിദാമേടം കൊണ്ടുവന്ന വക്കീലെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ചന്ദ്രശേഖരനെ അങ്ങ് കുടുക്കി. എന്തിന്? രാധികയുടെ വരുണിന്റെ മേലെ കേസ് ഉണ്ടാവാതിരിക്കാൻ. കോടതിയിൽ സത്യം അല്ലടാ ജയിച്ചത്, കാശും പണവുക. എന്നിട്ട് മോക്ക് നീതി കിട്ടിയെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് ആഘോഷിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. എപ്പോഴാണെന്നറിയോ? എന്റെ പ്രിയങ്ക മോള് ജീവനോടെ തിരിച്ചു വരും. അപ്പൊ അവള് പറയും അവളെ കൊല്ലാൻ നോക്കിയതേ രാധികയും വരുണും ചേർന്നാണ്. അതും കാത്താടാ ഞാനിരിക്കുന്നേ. ഒന്ന് തീരും നിന്റെയൊക്കെ സ്വസ്ഥത. അന്ന് തുടങ്ങും അവന്റെ അവളുടെ ഉറക്കമില്ലായ്മ.
എന്ത് പറഞ്ഞാൽ അമ്മയെ തിരുത്താൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും പറയട്ടെ ദേവേട്ട. നമ്മുടെ മോളെ കൊന്നവന് ഒരു കാലത്ത് സമാധാനം കിട്ടില്ല, അതുറപ്പാ. എന്തോന്നാടാ ആലോചിച്ചിരിക്കുന്നത്? അടുത്ത കൊലപാതകത്തിനുള്ള പദ്ധതിയാണോ? അറിഞ്ഞിട്ട് നിനക്കെന്താ? ഹ, നീയൊക്കെ ജയിലിൽ വന്ന് കിടക്കുന്നത് സാമൂഹ്യ സേവനം ചെയ്തതിന്റെ പേരിലല്ലല്ലോ. നീയൊക്കെ വാടകയ്ക്ക് കൊല്ലാൻ നടക്കുന്നവരാ. പക്ഷെ കണിമംഗലം ചന്ദ്രശേഖരൻ നിന്നെപ്പോലെ 1000 എണ്ണത്തിനെ വാടകയ്ക്കെടുക്കാൻ ശേഷിയുള്ളവനാ. സൂക്ഷിച്ചും കണ്ടും എന്നോട് പെരുമാറിയില്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന നിനക്കൊന്നും കുഴപ്പം കാണില്ല. പക്ഷെ പുറത്ത് കിടക്കുന്ന നിന്റെയൊക്കെ കുടുംബമുണ്ടല്ലോ, തകർത്ത് കളയും ഞാൻ. അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടോടാ നിനക്ക്? ഒന്ന് മുട്ടി നോക്കുന്നോ? കണിമംഗലം ചന്ദ്രശേഖരനെ വെല്ലുവിളിച്ചാലേ